ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സിനിമയുടെ പോസ്റ്റർ കണ്ടു, വീട്ടിലേക്കുള്ള വഴി. ഇന്ദ്രജിത്തിന്റെയും പൃഥ്വിരാജിന്റെയും മുഖങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പോസ്റ്ററിൽ. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അവരുടെ അമ്മ ശ്രീമതി മല്ലിക സുകുമാരനെയാണ്. മല്ലിക ചേച്ചി ചിലപ്പം വെച്ച പോസ്റ്റർ ആയിരിക്കും അതെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഈ മക്കളെ വീട്ടിൽ കിട്ടാറേ ഇല്ല ഈ അമ്മയ്ക്ക്. ഈ രണ്ടു മക്കളുടെ അമ്മ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അത് ഓർക്കുമ്പോൾ സങ്കടം വരുന്നുണ്ടാവും. എങ്കിൽ പോലും മലയാളികൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ഇന്ദ്രജിത്തിന്റെയും പൃഥ്വിരാജിന്റെയും അമ്മയാണല്ലോ എന്ന് ഓർക്കുമ്പം ഈ സങ്കടം അഭിമാനത്തിലേക്കും ഒരു സ്വകാര്യ അഹങ്കാരത്തിലേക്കും ഒരുപാട് സന്തോഷത്തിലേക്കും വഴിതെളിക്കും. ഇന്നത്തെ ഓണത്തോണിയിൽ നമ്മോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് നമുക്കെല്ലാം ഒരുപാട് ഇഷ്ടമുള്ള, നമ്മളെ ചിരിപ്പിച്ചും കുറച്ചൊക്കെ കരയിപ്പിച്ചും സന്തോഷിപ്പിച്ചുമെല്ലാം ബിഗ് സ്ക്രീനിലായാലും മിനി സ്ക്രീനിലായാലും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നടി ശ്രീമതി മല്ലിക സുകുമാരനാണ്. ജീവിതാനുഭവങ്ങൾ, സിനിമാനുഭവങ്ങൾ, ഒപ്പം ഓണസ്മരണകളും നമ്മോട് പങ്കുവയ്ക്കാം. നമസ്കാരം. ചേച്ചി, സത്യമല്ലേ ഈ മക്കളെ കിട്ടാൻ തപസ് ചെയ്തിരിക്കുകയല്ലേ? വലിയ പാടാ തീർച്ചയായിട്ടും. കാരണം ഒന്നാമത് ഇപ്പം രണ്ടുപേരും ഇന്ദ്രജിത്തിനും വളരെ ബിസി ആയിപ്പോയി, മോനും. പിന്നെ അഥവാ ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത്, സ്വാഭാവികമായിട്ടും പാവം പൂർണ്ണിമയും കുഞ്ഞുങ്ങളും അവിടെ അല്ലേ, അപ്പം മക്കളെ കാണാൻ തോന്നും, അങ്ങോട്ട് പോകും. അവിടെ നീ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു എന്താ പറയാ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവേദിക്കുന്നത് ഫോണിലൂടെയാണ്. മക്കളെ കിട്ടുന്നതിനേക്കാളും കൊച്ചുമക്കളെ കിട്ടാറ് അതെന്നും അതല്ല. സ്കൂളിൽ പോയി ഹാജര് വയ്ക്കുന്നല്ലോ രണ്ടുപേരും കൂടെ വൈകുന്നേരം അമ്മമ്മന്ന് പറഞ്ഞൊരു വിളിയുണ്ട്. അതാ ഒരു വലിയ സന്തോഷമാണ്. പിന്നെ ഞാനും ഇപ്പൊ ഷൂട്ടിങ്ങോ ഒന്നും ഇല്ലെങ്കിൽ ഇന്ന് തീർന്നാൽ നാളെ രാവിലെ ഞാൻ സ്ഥലം വിടും. മല്ലിക ചേച്ചി ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം സിനിമയിലേക്ക് കടന്നു വന്നപ്പോൾ മല്ലിക ചേച്ചിയോട് അഭിമുഖ വേളയിൽ പലരും ചോദിക്കുമ്പം അനുഭവങ്ങളും ജീവിതങ്ങളും പിന്നെ സിനിമയിലേക്ക് വന്നതിനെ കുറിച്ചും ഒക്കെയാണ് പറയാറുള്ളത്. പക്ഷെ ഈ കുറച്ചു കാലമായിട്ട് മല്ലിക ചേച്ചിയോട് എന്ത് സംസാരിച്ചാലും അത് ചുറ്റിത്തിരിഞ്ഞ് ഇന്ദ്രജിത്തിലേക്കും പൃഥ്വിരാജിലേക്കും തന്നെ വരും. അപ്പൊ തീർച്ചയായിട്ടും ഒരു അമ്മയുടെ സന്തോഷം അത് തന്നെയാണല്ലോ, ഒരു നടി എന്നുള്ളത് മറന്നിട്ട് മക്കളെ കുറിച്ച് പറയാന്നുള്ളത് വളരെ വളരെ സത്യമാണ്. കാരണം സുവേട്ടന്റെ ആദ്യത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മക്കൾ നന്നായി പഠിക്കണം. കാരണം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി ബബബ അടിക്കാതെ ഉത്തരം പറയാനുള്ള ഒരു വിവരം അവർക്കുണ്ടായിരിക്കണം. അത് ഒന്ന്. മറ്റൊന്ന്, തമാശ രൂപേണയെങ്കിലും ഒരുപിടി സംവിധായകരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ എന്റെ മക്കള് സിനിമയിൽ തന്നെ വരും, മക്കളുടെ ഡേറ്റിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെയാണ്. കാരണം അവര് രണ്ടുപേരും ഒന്നിനും ഒരു ദ്രോഹത്തിനും പോകാത്ത ആൾക്കാരാ. പക്ഷെ വിടുന്നില്ല. അല്ല, തീർച്ചയായിട്ടും ഇന്ദ്രന് വലിയ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഇന്ദ്രൻ ഒരു സമ്പൂർണ്ണ നായകനാകാത്തതുകൊണ്ടായിരിക്കാം കൂടുതൽ ആക്രമണം പൃഥ്വിയുടെ പുറത്തേക്കാണ്. സുകുമാരൻ സാറിനെ കുറിച്ചും ഒരു കാലത്ത് ഇതൊക്കെ തന്നെയാ പറഞ്ഞിരുന്നത്. തന്റേടിയാണ്, നിഷേധിയാണ്, അഹങ്കാരിയാണ്, ആരോട് എന്താ സംസാരിക്കണം എന്നറിയില്ല, ഇഷ്ടപ്പെടാത്തവരുടെ അടുത്ത് മുഖത്ത് നോക്കി എന്തും പറയും. ആ ഒരു പാരമ്പര്യം തന്നെയാണ് രാജുവിനും ഉള്ളതെന്ന് പറയുന്നത്. പക്ഷെ സത്യസന്ധമായിട്ട് സംസാരിക്കുമ്പോൾ അതിന് അഹങ്കാരിയുടെ ഒരു പരിവേഷം കൊടുക്കുന്നത് ചേച്ചി കണ്ടു ശീലിച്ചിട്ടുള്ള ഒരു കാര്യം. വളരെ വളരെയധികം കണ്ടു ശീലിച്ചിട്ടുണ്ട്. കാരണം എന്തും പറയും എന്ന് പറയുന്നത് സത്യം പറയുന്നതിനാ. ഇന്നത്തെ കാലത്ത് സുഹൃത്ത് ബന്ധം കൂടണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞതിനോട് നമ്മൾ സുഖിപ്പിച്ച് സംസാരിച്ചെങ്കിൽ മാത്രമേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ളൂ. സത്യം മറച്ചു വെച്ചോണ്ട് അല്ല അത് പിന്നെ അത് അങ്ങനെയൊക്കെ ആണെങ്കിലും എന്ന് പറയണം. അതാണ് കുറച്ചൊരു സൗമ്യമായിട്ട് സംസാരിക്കുന്ന രീതി എന്നാണ് കാണുന്നത്. പക്ഷേ സുകുവേട്ടനും പൃഥ്വിയും ഒരിക്കലും അല്ല. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അത് നിങ്ങൾ പറയുന്ന അല്ല എൻ്റെ ശരി, അതിങ്ങനെയാണ്, ഇതാണ് എൻ്റെ ശരി എന്ന് പറയുമ്പോൾ ഒരു പരിധി വരെ കുറച്ച് ആലോചിച്ച് സംസാരിക്കുന്നതാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ അതായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ സുകുമാരനായാലും പൃഥ്വിരാജായാലും അങ്ങനെ അത് അസർട്ട് ചെയ്ത് ഉറപ്പിച്ച് പറയത്തില്ലല്ലോ എന്ന് തോന്നത്തില്ല. അപ്പം ഒരാളെ തെറ്റ് തിരുത്തുന്നത് പോലും അത് പരസ്യമായിട്ട് ചെയ്യരുത്. പിന്നീട് രഹസ്യമായിട്ട് വിളിച്ച് നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് പറയണം. അത് എത്ര പേര്, ഞാൻ ചോദിക്കട്ടെ, അതിലൊക്കെ ഉപരിയായിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ എതിർക്കുന്നതും തന്റേടി, ധിക്കാരി, നിഷേധി എന്നൊക്കെ പറയുന്നത് വളരെ ചുരുങ്ങിയൊരു വിഭാഗമാണ്. അതാണ് അതിന്റെ സത്യം. പലരും രാജുവിനെ കുറിച്ച്, പൃഥ്വിരാജിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം കേട്ടിട്ടുണ്ട്, പ്രായത്തിനപ്പുറം സംസാരിക്കുന്നു. പക്ഷെ എനിക്കറിയാം 15ാമത്തെ വയസ്സിലാണ്, SSLCക്ക് പഠിക്കുന്ന സമയത്താണ് സാറ് മരിച്ചത് അല്ലെ. അന്ന് തളർന്നിരിക്കുന്ന മല്ലിക ചേച്ചിയുടെ അടുത്ത് രാജു പറഞ്ഞിട്ടുണ്ട്, അമ്മേ ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാം ഉണ്ടാക്കി തന്നിട്ടാണ് അച്ഛൻ പോയിരിക്കുന്നത്. പിന്നെ മോനാണ് ആദ്യം. അവൻ ഒരു തുള്ളി അന്ന് മാക്ടയുടെ ഓഫീസിൽ വെക്കുമ്പോഴും തിരുവനന്തപുരത്ത് വന്നപ്പോഴും അത് ഓർമ്മിക്കുന്നവർക്കറിയാം. ഇന്ദ്രൻ കുറച്ച് കൂടുതൽ സങ്കടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. പക്ഷെ പൃഥ്വി അവന്റെ സങ്കടം മുഴുവൻ ഒതുക്കിക്കൊണ്ട് എൻ്റെ അടുത്ത് നിൽക്കുക, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതാ. അമ്മയ്ക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ, സാധാരണ സിനിമയിലൊക്കെ ഉള്ള ഒരു മൊത്തത്തിൽ നമ്മൾ ആൾക്കാർ പറഞ്ഞ എന്താ, അയ്യോ സിനിമയിലൊക്കെ അഭിനയിച്ച് കഷ്ടം ഒന്നും ഉണ്ടാക്കില്ല, ദാണ്ട കിടന്ന് കഷ്ടപ്പെടുന്നു, അങ്ങനെ ഒന്നും അമ്മയ്ക്കില്ല. അമ്മയ്ക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളത് അച്ഛൻ ഉണ്ടാക്കി എന്ന് മാത്രമല്ല അവൻ പറഞ്ഞു,
അച്ഛൻ ഉണ്ടാക്കിയതെല്ലാം മക്കളുടെ പോലും പേരില്ല, അമ്മയുടെ പേർക്ക് മാത്രമാണ്. അതൊരു എപ്പോഴും അവർ പറയുന്നതാണ്. അച്ഛൻ വളരെ ബുദ്ധിപൂർവ്വമാണ് കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ അത് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഒരു ദീർഘവീക്ഷണ ശക്തിയോ അല്ലെ ജീവിതം വളരെ മുന്നോട്ട് പ്ലാൻ ചെയ്തൊക്കെ കൊണ്ടുപോകുന്നത് പലപ്പോഴും പറയാറുണ്ട്. എടപ്പാളുകാർക്കൊന്നും വലിയ ദീർഘായുസില്ല എന്നൊക്കെ. ജീവിതത്തിൽ ഒന്ന് പകച്ചു നിന്നിരുന്ന ഒരു അവസരത്തിലാണ് സിനിമയിലേക്കുള്ള ഒരു വരവ്. അത് ഞാൻ അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അത് സിനിമയിലോട്ട് വന്നു. സ്വയംവരത്തില് സഹനടിക്കുള്ള അവാർഡ് വരെ ലഭിച്ചു. സ്വപ്നാടനത്തില് സഹനടിക്കുള്ള അവാർഡ് ലഭിച്ചു. കൊച്ചു കൊച്ചു വേഷങ്ങളുമായിട്ട് നിന്നു. പിന്നെ എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ടു പോയ അവസരത്തിലാണ് ഒരു ദൈവം പോലെ ഒരാൾ വന്നത്. തീർച്ചയായിട്ടും അത് എപ്പോഴും ഞാൻ പലയിടത്തും ഞാൻ എഴുതിയിട്ടുണ്ട്, പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല പ്രസംഗവേദികളിൽ പോലും ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ആരെക്കുറിച്ചും ആരോടും ഞാൻ പരാതി പറയാത്തത് എനിക്കറിയാൻ വയ്യാഞ്ഞിട്ടോ പരാതികൾ എൻ്റെ മനസ്സിൽ ഓർമ്മയില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. പക്ഷേ നമ്മളെ ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പോയി. എൻ്റെ വീട്ടിലിരുന്നവർ പറഞ്ഞ എൻ്റെ കൂട്ട് വലത് കൈയിലെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് നടക്കാൻ ഒരു ദൈവദൂതനെ പോലെ ഒരാളെ നിനക്ക് ഭഗവാൻ കൊണ്ടു തന്നു. സകലതും മറന്ന് ഈ ഈശ്വരൻ്റെ പാദത്തിൽ നമസ്കരിച്ചേച്ച് നീ ആ ജീവിതം തുടങ്ങി. ഇനിയും അവിടെ കേൾക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രതികരിക്കാതിരിക്കുക. കാരണം എല്ലാവരുടെയും സംസ്കാരം ഒന്നല്ല, എല്ലാവരെയും വളർത്തിയിരിക്കുന്ന രീതി അതല്ല, എല്ലാവരും മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പ്രകടിപ്പിക്കുന്ന രീതികളും വ്യത്യസ്തമാണ്. അതൊക്കെ കണ്ട് നീ ഒരു കാര്യം പറയുമ്പം നിന്റെ അച്ഛനെ ഓർക്കണം, നിന്റെ സഹോദരനെ ഓർക്കണം, നിന്റെ മക്കളെ ഓർക്കണം. ഇതെല്ലാം പണ്ടും എൻ്റെ അമ്മ എൻ്റെ അടുത്തിരുന്ന് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. അത് അച്ഛനും ചേട്ടനും ഒന്നും കേൾക്കാതെ തന്നെ അമ്മ. അപ്പം ഞാൻ എൻ്റെ മക്കളോടും പറയും. മക്കളോട് ഇത് പറയുന്നത് എൻ്റെ സുഖോട്ടം തന്നെയാണ്, എൻ്റെ അനുഭവങ്ങളും എൻ്റെ വിഷമങ്ങളും. അപ്പൊ പിന്നെ അതിനപ്പുറത്ത് എനിക്ക് ഇനി ആര് വേണം? എൻ്റെ കുഞ്ഞുങ്ങളോട് എൻ്റെ സുഖേട്ടൻ പറഞ്ഞു, ഞാനപ്പോൾ കൂടുതൽ ഫ്രീ ആയി. അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞ വാചകങ്ങൾ ഞാൻ ഓർത്തു. അവിടെ വല്ലതൊക്കെ കേൾക്കുമ്പോൾ അത് ഇങ്ങനല്ല കേട്ടോ, അങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെയാണ് എന്നൊന്നും തിരുത്താൻ പോകണ്ട. നീ ആരാണെന്നും നിന്നെ എങ്ങനെ വളർത്തിയെന്നും എല്ലാവർക്കും അറിയാം. ശരി, ഇതൊക്കെ സംഭവിച്ചു പോയി. പിന്നീട് കാലം തെളിയിക്കും മോളെ തെറ്റാരുടെ പക്ഷത്താണ് എന്നൊരു വാക്ക് എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു. കാലം തെളിയിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ ജീവിക്കുന്ന ഒരു ഭാര്യയായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും കുറ്റപ്പെടുന്നില്ല. അതൊക്കെ ഒരു ജാതക ദോഷം എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിക്കുന്നതാണ് അതിന്റെ മാന്യത. തീർച്ചയായിട്ടും ബാല്യമായാലും കൗമാരമായാലും ഈ പറഞ്ഞതുപോലെ പാട്ട്, നൃത്തം, പ്രസംഗം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും സിനിമ മോഹിപ്പിച്ചിരുന്നില്ല അല്ലെ? ഇല്ല, സിനിമയായിട്ടൊരു മോഹം ഉണ്ടായിരുന്നതേ ഇല്ല. അത് ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഇനി എന്ത് ജീവിതം, ഇനി എങ്ങനെയാണ് നമുക്ക് ചെലവിനുള്ള പൈസ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് തിക്കൊടിയൻ സാർ കോഴിക്കോട് വെച്ച് ഉത്തരായനത്തിൽ അരവിന്ദൻ സാറിൻ്റെ, അത് അരവിന്ദൻ സാറിനെ എനിക്ക് അന്ന് ഈ മാതൃഭൂമിയിലെ ചെറിയ ലോകം അതിലൂടെയാണ് പരിചയം. എങ്കിലും അദ്ദേഹത്തെ പറ്റി എല്ലാവരും പ്രശംസിച്ച് പറയുന്ന അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയെ പറ്റിയൊക്കെ പറയും, അയാളുടെ ചിന്താഗതികളെ കുറിച്ച്. അപ്പൊ സാറിനെ കുറിച്ച് എനിക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, തിക്കൊടിയൻ സാർ വന്ന് വിളിച്ചപ്പോൾ അന്ന് എന്നെ നോക്കിക്കൊണ്ടിരുന്നു എന്ന് അവകാശപ്പെടുന്നവർക്കെല്ലാം സിനിമയിൽ അഭിനയിച്ചു, നല്ലതാണ്, കോളേജിൽ ബെസ്റ്റ് ആക്ടർ പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്, ഡോക്ടർ NS വാര്യർ ഗോൾഡ് മെഡൽ വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നെങ്കിൽ ഈ സിനിമ എന്താ, ക്യാമറ എന്താ, എങ്ങോട്ട് നോക്കണമെന്നൊന്നും നമുക്കറിയത്തില്ല. ഏതായാലും അതിൽ പോയി അഭിനയിച്ച ഒരു മേൽവിലാസം കിടപ്പുണ്ട്. ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മളൊരു 10 രൂപ എടുക്കാനില്ലാതെ വന്നപ്പോൾ അപ്പോഴാണ് എന്നാ പിന്നെ മദ്രാസിലേക്ക് പോയാലോ. അങ്ങനെ അന്ന് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് മദ്രാസിൽ പോവുകയും പിന്നെ അവിടെ ചെന്ന് ഒരു ജീവിതമാർഗം എന്ന നിലയിലാണ് ചെറിയ വേഷങ്ങൾ ചെയ്തത്. പിന്നീട് സത്യം പറഞ്ഞാൽ ഒരു അറിയപ്പെടുന്ന വേഷത്തിലൂടെ ആദ്യം തരുന്നത് ശ്രീകുമാരൻ തമ്പിച്ചേട്ടന്. അങ്ങനെ ഏതാണ്ടൊക്കെ ഒരു ജീവിതം പച്ച പിടിച്ചു. ഒരു അത്യാവശ്യം ഒരു ഫോണായി, ഒരു വാടക വീടാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വന്ന് ജോർജ് സാറിൻ്റെ ചിത്രങ്ങൾ, വിൻസെന്റ് മാസ്റ്റർ ചിത്രങ്ങൾ, നല്ല ചിത്രങ്ങൾ, കാരണം നായിക അല്ലെങ്കിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ, അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ എനിക്ക് നായിക സ്വപ്നം എനിക്ക് പണ്ടുമില്ല. കാരണം ഞാൻ അതിന് പറ്റിയ ഒരു സ്റ്റഫ് അല്ലെന്ന് എനിക്കറിയാമായിരുന്നു. ഈ പ്രേമവും കൊഞ്ചലും അല്ല, അത് സത്യം പറയാം. എനിക്കതൊക്കെ വലിയ കാത്തിരുന്ന നിമിഷത്തിൽ ഞാനും സോമേട്ടനും കൂടെ ഒരു പാട്ട് ഇതുപോലൊരു കരയിലെങ്ങാണ്ട് ബോൾ ഗാറ്റിയുടെ അവിടെ എടുക്കുമ്പോൾ എനിക്ക് സത്യം പറയാം എൻ്റെ കയ്യും കാലും ഒക്കെ വിറയ്ക്കും. എനിക്ക് അതേസമയം എനിക്ക് ഇച്ചിരി ദേഷ്യത്തിൽ സംസാരിക്കാനോ ഒരു സാധാരണ ഒരു പടമോ അല്ലെ കുറച്ചൊരു ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ വളരെ ഫ്രീയാ. അന്നും അതെ, ആ സമയത്ത് നല്ല തിരക്കുള്ള ഡബിംഗ് ആർട്ടിസ്റ്റും ആയിരുന്നു. അതായിരുന്നു വാസ്തവത്തിൽ ഏറ്റവും വലിയ എൻ്റെ ഒരു വരുമാനം എന്ന് പറഞ്ഞത്. അഭയദേവ് സാറ് അന്ന് ഏറ്റവും വലിയ ഡബിംഗ് പടങ്ങൾ കഴിയുന്നത് അദ്ദേഹം. എല്ലാ ചിത്രങ്ങൾക്കും ഈ ശാരദ ചേച്ചിക്ക് തന്നെ ഞാൻ തെലുങ്കിൽ നിന്ന് ഡബ് ചെയ്യുന്ന മിക്ക പടങ്ങൾക്കും ഞാൻ തന്നെയാണ് വോയിസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മലയാളത്തിൽ നിങ്ങൾക്കറിയാം സീമ വളരെ സ്നേഹപൂർവ്വം വലിയ ചേച്ചി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ രാവുകൾ ചെയ്തു, സൂപ്പർ ഹിറ്റ്, അളവുകൾ 18 സീമയ്ക്ക് വേണ്ടി ചെയ്തു. അപ്പൊ അങ്ങനെ സീമയ്ക്ക് മാനസികമായിട്ട് ചേച്ചി ചെയ്താൽ മതി എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും സുഗോട്ടന്റെ ഞങ്ങളുടെ പ്രേമവും കല്യാണവും ഒക്കെ വന്ന് ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോട് ഡബിങ്ങും അഭിനയം ഒക്കെ അങ്ങ് നിർത്തി.
അപ്പൊ പതുക്കെ അപ്പൊ അവിടെ ഞാൻ താമസിച്ചിരുന്ന വീട്ടിലും സംഗതികൾ ഞാൻ ഒറ്റപ്പെട്ടു. എവിടേക്കോ പോന്നു, ആരും ഒന്നും എന്നെ അന്വേഷിക്കുന്നില്ല. ഒരു ഓണം വന്നാലും ഞാൻ എവിടെ ആരും ചോദിക്കുന്നില്ല. അങ്ങനെ ഒത്തിരി വിഷമങ്ങൾ വന്നപ്പോഴാണ് സുഖേട്ടൻ പറഞ്ഞത്, പോവുക, അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുക, പോയി കഴിഞ്ഞിട്ട് അവരെ കാണുക, കണ്ടിട്ട് കാര്യങ്ങൾ. അത് എന്നെ ആദ്യമായിട്ട് 5 കൊല്ലങ്ങൾക്ക് ശേഷം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വീട്ടിൽ മുറ്റത്ത് കൊണ്ട് നിറക്കുന്നത് സുഖേട്ടൻ, കല്യാണത്തിന് മുമ്പ് തന്നെ. അപ്പം ആ രംഗങ്ങളൊക്കെ ഞാൻ ഈ അടുത്ത കാലത്തൊരു എഴുതിയിരുന്നു, വായിച്ചിരുന്നു. അച്ഛൻ പറഞ്ഞു എന്റെ മകളായിട്ട് ജീവിക്കാമെങ്കിൽ ജീവിക്കാം പറഞ്ഞതും എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഇത് കഴിഞ്ഞു, കുടുംബിനിയായി, അമ്മയായി, കുട്ടികളെ നോക്കി നല്ലോണം സന്തോഷമായിട്ട് ജീവിക്കുന്നു. ജീവിതത്തിന്റെ ആ ഒരു കാര്യത്തിൽ തിരിച്ചുവരവ് എനിക്ക് സർവേശ്വരനോട് എപ്പോഴും ഞാൻ കടപ്പെട്ടിരിക്കുന്നതാണ്. ഞാനൊരു അമ്മയായിട്ടും ഒരു ഭാര്യയായിട്ടും ഇന്നിപ്പോൾ ഒരു അമ്മുമ്മയായിട്ടും ഞാൻ എൻ്റെ കർത്തവ്യങ്ങൾ, എൻ്റെ മക്കൾ ആരും സർട്ടിഫിക്കറ്റ് തന്നില്ല, പക്ഷെ അവർക്കറിയാം, അവർ സമ്മതിക്കും, ഭംഗിയായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്കൊരു ലോകമുള്ളൂ. പിന്നെ ഇപ്പം ഞാൻ സുഖേട്ടൻ്റെ ഒരു വീട് കൊടുത്തിട്ട് തന്നെ ഞാൻ തന്നെ ഇവിടെ ഈ കുണ്ടവൺ ഭാഗത്തൊരു പുതിയ വീട് വെച്ചു. നല്ല വീടാണ്, എല്ലാവർക്കും താമസിക്കാം. അത് വെച്ചു. അതെ, പ്രാർത്ഥന എന്നാണ് എൻ്റെ മൂത്ത കൊച്ചുമോടെ പേരാ പ്രാർത്ഥന. അയ്യോ, ഞാൻ അവളെ കളിയാക്കി പറയാം, അമ്മുമ്മ എൻ്റെ പേരല്ലേ ഇട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അയ്യ അങ്ങനല്ല മക്കളെ, അമ്മുമ്മയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാനാ, ഇനിയിപ്പോൾ അമ്മുമ്മയുടെ ജീവിതം പ്രാർത്ഥനയും പരിവട്ടമാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് മനസ്സിലാവത്തില്ല. എന്നാലും ഇന്ദ്രനും അനുവും ചിരിക്കും ഇരുന്നിട്ട്. സമാധാനമായിട്ട് ജീവിച്ച് ഇരുന്ന സമയത്താണ് ആകസ്മികമായിട്ട് അദ്ദേഹത്തിന്റെ വിയോഗം. അതിനുശേഷം സിനിമയിലേക്ക് വരണം എന്ന് ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചത് അമ്മയും മക്കളുമായിരുന്നു അല്ലേ? കാരണം ഞാൻ അതിനുശേഷം, അതായത് ആദ്യത്തെ ഒരു 6 മാസം സുഖേട്ടൻ പോയി സാമ്പത്തികമല്ല അദ്ദേഹം വളരെ ഭദ്രമായിട്ട് ഉണ്ടാക്കിയിട്ടിരുന്നു. പക്ഷെ ഇനി എന്താണ് ജീവിതം, എന്ത് ചെയ്യും? 12 ഇന്ദ്രൻ, 10 പൃഥ്വിരാജ്, അതൊന്നും ഇന്ന് ആരും ചിന്തിക്കുന്നില്ല. ഇവരെ അറ്റാക്ക് ചെയ്യുന്നവരൊന്നും അത് ചിന്തിക്കുന്നില്ല. എന്തോരം ദുഃഖിച്ചിട്ട് അപ്പൊ എൻ്റെ ഈ ഒരു മൂടിയായിട്ടുള്ള ഇരിപ്പും ഇതെല്ലാം കൂടെ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തത് ഇന്ദ്രനെ രാജുവിനെയാണ്. മറ്റേ ഞാനിങ്ങനെ ചെലവലാന്നിപ്പോ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരാളല്ലേ. അപ്പൊ ഇവരിങ്ങനെ അമ്മൂമ്മ കണ്ടു, അമ്മ എപ്പോഴും ചുമ്മാ അതിനെ മുറിക്കകത്ത് കയറിയിരിക്കുന്ന അമ്മ ഇങ്ങനെ. അപ്പൊ ഇവരും അങ്ങോട്ട് അപ്സെറ്റ് ആവാൻ തുടങ്ങി. അങ്ങനെ ഇപ്പൊ ആദ്യം വന്നിട്ട് അമ്മ പറഞ്ഞു, മോളെ നീ വളരെ ആക്റ്റീവായിട്ട് സംസാരിച്ചും സുവിൻ്റെ കാര്യങ്ങൾ നോക്കിയും മക്കളുടെ കാര്യങ്ങൾ നോക്കിയും അമ്പലത്തിൽ പോവുക, അവിടെ പോവുക, ഇവിടെ പോയി ഇങ്ങനെയൊക്കെ ഓടി നടന്ന ഒരാളൊന്നും വേണ്ട, ഇനി ദൈവം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. എന്ത് ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു എല്ലാം മറന്നിട്ട്. അപ്പോൾ അത് അവരെ ബാധിക്കുന്നുണ്ട്. അവരെ മാനസികമായിട്ട് തളർന്നാൽ അത് അവരുടെ പഠിത്തത്തിനെ ബാധിക്കും. അതിങ്ങനെ അമ്മ പറയാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു വിഷമയോ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മക്കൾ മിടുക്കരായിട്ട് പഠിക്കണം എന്നുള്ളതായിരുന്നു. ഈശ്വര, അപ്പം ഞാൻ കുറേശ്ശെ, അതെനിക്ക് തോന്നുന്നു എനിക്കെന്നല്ല ബിന്ദു, കാരണം അങ്ങനെ ഒരു അവസ്ഥയിൽ പെടുന്ന ഒരു സ്ത്രീക്ക് ഒരു മാനസികമായിട്ടൊരു ധൈര്യം പിന്നെ പതുക്കെ വരും. അതെ, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ സുഖേട്ടൻ ആഗ്രഹിച്ചതുപോലെ കൊണ്ടുവരണം. എന്തെങ്കിലും ആയാലും ശരി, എവിടെങ്കിലും ഒക്കെ എഴുതി വിറ്റാലും ശരി, അവരെ നന്നായിട്ട് പഠിപ്പിക്കണം. പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല. രാജുവിന് ഇങ്ങനെ ഒന്ന് ഹൊബാട്ടിൽ ഓസ്ട്രേലിയയിൽ പോയി പഠിക്കണം എന്ന് പറഞ്ഞു. ഞാൻ നേരെ എൻ്റെ ബാങ്കിൽ ചെന്നപ്പം എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ്, മാസം ഇത്ര വെച്ച് അടയ്ക്കണം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു 1/4 ഭാഗം അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രാജു തിരിച്ചു വരികയും പിന്നെ അവൻ തന്നെ അടച്ചു. ഞാൻ ലോൺ എടുത്താണ് പൃഥ്വിരാജിനെ പഠിപ്പിച്ചത്. ഇന്ദ്രജിത്തിനെ പഠിപ്പിക്കാൻ നേരത്ത് ഒരു കല്യാണ മണ്ഡപം ഉണ്ടായിരുന്നു നിലമേൽ. അത് ഞങ്ങൾ കൊടുത്തിട്ട് കുറച്ച് പൈസയൊക്കെ സൂക്ഷിച്ച് അവിടെ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അവനെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് കുറച്ച് പൈസ സൂക്ഷിച്ച് വെച്ചിരുന്നു, FD ആയിട്ട് ഇട്ടിരുന്ന് വെച്ചിട്ട് അവൻ്റെ കല്യാണമൊക്കെ ഞാൻ ധാം നടത്തി. ഇത്രയും ദുഃഖങ്ങൾ കഴിഞ്ഞ് സന്തോഷങ്ങളിലേക്ക് വന്നു. കോമഡി വേഷങ്ങൾ ചെയ്യാനായിട്ട് എത്രത്തോളം ലാഘവത്തോടെ വഴങ്ങുന്നത് എങ്ങനെയാണ്? അല്ല, കോമഡി ഞാൻ സത്യത്തിൽ സിനിമയിൽ ഒരുപാട് ഒരു കോമിക് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. കാരണം അടൂർ ഭാസ് സാറിൻ്റെ കൂടെ, ബഹദൂർക്കയുടെ കൂടെ, മണവാളം ചേട്ടൻ, ആലിമൂടൻ ചേട്ടന്, കുതിരവട്ടം പപ്പുവേട്ടന്, മാളച്ചേട്ടൻ, ഇവരുടെയൊക്കെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് എല്ലാ കൊമേഡിയൻസിൻ്റെയും ഓരോ രീതികളും കാര്യങ്ങളും എനിക്ക് അറിയാം. അപ്പം അവരുടെയൊക്കെ കൂടെ അഭിനയിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ കോമഡി അഭിനയിക്കാനാണ് കുറച്ച് പാട്. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ തന്നെ പിന്നെ ഇന്ദുമുഖി ചന്ദ്രമതി എന്ന് പറഞ്ഞ ഒരു സീരിയലാണ് എന്നെ വളരെ എനിക്ക് എൻ്റെ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഞാൻ അമേരിക്കയിൽ ചെന്നിറങ്ങി. അപ്പോൾ അവിടെ എങ്ങനെയാ വെച്ചാൽ എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോൾ ഞാനിതുപോലെ ചേട്ടൻ്റെ അടുത്ത് പോയതാണ്. നമ്മളൊരു $3 മറ്റോ ഇട്ടിട്ട് ഒരു ട്രോളി ഇട്ടെങ്കിലേ അതൊന്ന് പുൾ ഔട്ട് ചെയ്യാനൊക്കത്തുള്ളൂ, നമുക്ക് വലിച്ചെടുക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ ഈ $3 എൻ്റെ കയ്യിലില്ല. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ അതിൻ്റെ അടുത്തേ നിൽക്കും. അവിടെ ഒരു കട പോലും ഇല്ല, എയർപോർട്ടിനകത്ത് ആരുമില്ല, പോലീസുകാർ മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചന്ദ്രമതി കൊച്ചമ്മേ ഒരു വിളി. അയ്യോ, എനിക്ക് ഒരു വലിയൊരു ആശ്വാസം. മലയാളം ഞാൻ നോക്കിയപ്പോൾ ആ ഫ്ലൈറ്റിൽ തന്നെ വന്നേരം എന്താ ചേച്ചി $1 നോക്കി നിൽക്കുവാണ് ഇടാനായിട്ട്, ഞങ്ങൾ എടുത്തു തരാം എന്നും പറഞ്ഞ് ഓടി ഇങ്ങോട്ട് വന്നേച്ച്, എന്താ വാലി എൻ്റെ ചേച്ചി, ഞാൻ TV കാണാത്ത ആൾ. അത് തന്നെ ഒരു ആർമി ഓഫീസറും പറഞ്ഞു. ഇത്രയും നേരം നമ്മള് പൃഥ്വിരാജിന്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു. ഒരമ്മയ്ക്ക് സങ്കടം തോന്നാത്ത വേറൊരു കാര്യം പറയട്ടെ. ഇവിടെയുള്ള ഒരു ഭാഗം പൃഥ്വിരാജിനേക്കാൾ ഇന്ദ്രജിത്തിനെ ഇഷ്ടപ്പെടുന്നു. ഒരു ഭാഗമല്ല, ഇവിടെ നിന്നല്ല, അയ്യോ പുറത്ത് പോയാൽ ഇപ്പൊ അമേരിക്കയിലെ ഡല്ലസ് ടെക്സസിൽ അവിടെ ഒരു 10
ഫാമിലിയെങ്കിലും അയ്യോ ഇന്ദ്രജിത്ത് അയ്യോ അത് ഇന്ദ്രനെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. പിന്നെ ഇന്ദ്രൻ പിന്നെ എൻ്റെ കൂട്ടാ. നമ്മൾ അടുത്തുനിന്ന് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് വളരെ പ്ലസന്റ് ആയിട്ട് ഞാനിപ്പോൾ അങ്ങനെയല്ല, എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ സംസാരിക്കാൻ തുടങ്ങി ആരോടെങ്കിലും ചേച്ചി ഇനി ചേച്ചി ഒന്ന് നിർത്ത് ഞങ്ങളൊന്ന് ചോദിക്കാം എന്ന് പറയുന്ന പോലെ ഇന്ദ്രനും അതുപോലെയാണ്. പെട്ടെന്ന് ഇണങ്ങും, ഒരുപാട് സംസാരിക്കും. ഇന്ദ്രനും ഞാനുമാണ് ഏതാണ്ട് ഒരുപോലെ വീട്ടില്. അപ്പൊ അത് പിന്നെ പണ്ട് സുഖോട്ടം പറയുകയും ചെയ്യുമായിരുന്നു. ഞാൻ പറയാം സുഖോട്ടാക്കണ്ട, ആരെങ്കിലും ഒക്കെ കയറി വരുമ്പോൾ വല്ലതൊക്കെ ഒന്നും മിണ്ടുണ്ട് ഇങ്ങനെ വന്നിരിക്കണം, അവർ വിചാരിക്കേണ്ട വന്നത് പിടിച്ചില്ല. കൊള്ളാം, ഒരിക്കലും പിടിക്കത്തില്ല, അങ്ങനെ വരത്തില്ല. കാരണം നിന്റെ കൂട്ടം ഞാനിവിടെ സംസാരിച്ച മേലാൽ അവരിവിടെ വരത്തില്ലെന്ന്. പണ്ടൊക്കെ ഒരുപാട് ഗാനമേളയ്ക്ക് പാടുമായിരുന്നു. അന്ന് ബാലേന്ദ്ര മേനോനും വേണുനാഗവള്ളി, ബാലേന്ദ്ര മേനോൻ, ഞങ്ങളൊക്കെ ഒരുപാട് ഗാനമേളയ്ക്ക് പാടിയിട്ടുണ്ട്. ആ ഗാനമേളകളൊക്കെ ഓർക്കുമ്പം അതിനനുബന്ധമായ ഒരുപാട് കഥകൾ ഓർമ്മ വരുന്നുണ്ട്. രസകരമായ കഥകൾ അല്ലേ? എന്തായാലും ചേച്ചി ഒരു പാട്ട്. മാൻകിടാവിനെ മാറിലേന്തുന്ന തിങ്കളേ മലർത്തിങ്കളേ, തങ്കനാണയം വാരി വിതറുന്ന തിങ്കളേ മലർത്തിങ്കളേ, മാൻകിടാവിനെ മാറിലേന്തുന്ന തിങ്കളേ മലർത്തിങ്കളേ. കണ്ട, ഇപ്പൊ മനസ്സിലായില്ല, സംഗീതത്തിന് പ്രായമൊന്നും വലിയ പ്രശ്നമല്ല. ഇവിടുന്ന് ശബ്ദം വരുന്നില്ല, ശ്വാസം മുട്ടുന്നു, സർവത്ര കുഴപ്പമുണ്ട്. അല്ല, ഹരിപ്പാട് ചേച്ചിയുടെ അമ്മ വീട്ടിലായിരുന്നു വിഷുവും ഓണവും എല്ലാം ആഘോഷിച്ചിരുന്നത്. ഈ ഓണക്കാലത്ത് ആ ഒരു ഓണത്തിനെ കുറിച്ചുള്ള ഓർമ്മ? അയ്യോ, അതൊക്കെ സത്യം പറഞ്ഞാൽ ബിന്ദു, ഓണമൊക്കെ ആഘോഷിക്കണമെങ്കിൽ ഹരിപ്പാട്ടൊക്കെ തന്നെ താമസിക്കണം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഓണം എന്നൊക്കെ പറഞ്ഞാൽ 10 ദിവസവും കൃത്യമായിട്ട് അത്തപ്പൂടം, 10 ദിവസം അവധിയുണ്ട്. അപ്പൊ ഞങ്ങൾ നേരെ ഇവിടുന്ന് ഹരിപ്പാട്ട് പോകും. ഹരിപ്പാട്ട് വേലായുസ്വാമി ക്ഷേത്രത്തിന് ഇവിടുന്ന് വടക്കോട്ട് പോയാൽ മണ്ണാർ സാലിന്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ അമ്മയുടെ കുടുംബം, ഞങ്ങളുടെ കുടുംബ വീട്. അപ്പോൾ അവിടെ ഓണം വന്നു കഴിഞ്ഞാൽ, അന്നൊക്കെ ചേട്ടൻ മെഡിക്കൽ കോളേജിലോട്ട് കയറിയിട്ടേ ഉള്ളൂ, പ്രീ പ്രൊഫഷണൽ കഴിഞ്ഞ് ഞങ്ങളൊക്കെ സ്കൂളിലാണ്. എല്ലാവരും അമ്മാമാര് മക്കള് എല്ലാവരും അവർ വരും, ഞങ്ങളെല്ലാവരും അവിടെ ചെല്ലും. 10 ദിവസം മേളമാണ്. പിന്നെ എൻ്റെ അപ്പൂപ്പൻ്റെ അന്നത്തെ രീതി വെച്ചുകൊണ്ട് അന്ന് ഇപ്പോഴും അങ്ങനെയൊക്കെയുള്ള തറവാടുകൾ അവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു ദിവസം അല്ല സദ്യ, ഒരു ദിവസം കുടുംബക്കാർക്ക്, ഒരു ദിവസം അടുത്ത ബന്ധക്കാർക്ക്, ഒരു ദിവസം നമ്മുടെ ഈ പാടത്തൊക്കെ പണി ചെയ്യുന്നവർ, അന്നൊക്കെ ഞങ്ങൾക്കൊക്കെ നെല്ല് വരിയൊന്നും കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന എല്ലാം വിറ്റ് നാനാ വഴിക്ക് പോയി. അപ്പൊ അങ്ങനെ പണി ചെയ്യുന്നവർക്കെല്ലാം അവരിങ്ങനെ ഈ ഏത്തക്കൊല, പിന്നെ ഇത്രശ ഉണ്ടാവും, അരിയുണ്ടാന്ന് പറഞ്ഞൊരു സാധനം, ഇതൊക്കെ ആയിട്ട് വരും. അന്നേരം അപ്പൂപ്പൻ അവർക്കൊക്കെ പുതിയ തുണി കൊടുക്കും. അന്ന് അവർക്കെല്ലാം അവിടെ സദ്യ. 4-ാം ദിവസം കരയോഗത്തിൽ ഇങ്ങനെ 4 ദിവസം സദ്യ ഉണ്ട്. ആ ചതയം വരെ സദ്യ കാണും. അതിങ്ങനെ ആ നെല്ലൊക്കെ ഇടുന്ന അറയുടെ മുമ്പിൽ ഒരു വരാന്തയുണ്ട്. അപ്പോൾ ഏറ്റവും രസം ഇതൊന്നുമല്ല. ഇന്ന് അമേരിക്കയിലെ വലിയ ഡോക്ടറായ ശ്രീ MV പിള്ള സാറ് എൻ്റെ ചേട്ടനാണ് കലാപരിപാടികളുടെ സൂത്രധാരകൻ. പോകമൂട്ടിലെ അമ്മാവൻ്റെ മോൻ, അദ്ദേഹവും ഇവിടെ കിംസിൽ ഡോക്ടറാണ്. ഡോക്ടർ RV നായർ വലിയ സർജനാണ്. ശൈചേട്ടൻ, ഞങ്ങൾ ശൈചേട്ടാന്നാണ് വിളിക്കുക. ഇവരൊക്കെ കൂടെ ഈ വരാന്തയിൽ ഇങ്ങനെ 2 തൂണുണ്ട്. അപ്പൊ അവിടെ വരെ ഇങ്ങനെ ഒരു തുണി വെച്ച് കെട്ടിട്ട് ഒരു കർട്ടനൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് സന്ധ്യയ്ക്ക് ഒരു 6-7 മണിയൊക്കെ ആകുമ്പോൾ മുറ്റത്ത് കസേരയൊക്കെ ഇട്ട് അവിടെ അമ്മായിമാര് അവരൊക്കെ അപ്പുറത്തും ഒക്കെ ഉള്ള അമ്മയുടെ കുറെ ആൾക്കാരുണ്ട്. കൊളഞ്ഞിയിലെ ഇവിടെ എല്ലാവരും സുഹൃത്തുക്കളാണ്. കൊളഞ്ഞി, വടക്കയിലെ, ഇതൊക്കെ പേരുകളൊക്കെ എനിക്ക് നല്ല ഓർമ്മയാണ്. ഇവിടുത്തെ അമ്മമാരും ഒക്കെ അമ്മയുടെ കൂടെ അങ്ങ് ഓടും ഓണം ഘോഷിക്കാനായിട്ട്. അപ്പൊ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ അടുക്കളയിലല്ല, വീട്ടിന്റെ പുറത്ത് ഇങ്ങനെ ഒരു ഈ കുഴിച്ചെടുക്കുന്ന കല്ലുകൊണ്ടൊരു ദേഹണ്ണപ്പരയുണ്ട്. വലിയ ഉരുളിക്കകത്ത ഉപ്പേരി, ഉണ്ണിയപ്പവും പിന്നെ ഈ എള്ളുണ്ട ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതെല്ലാം ഉണ്ടാക്കാനും ഈ അമ്മമാരൊക്കെ അമ്മയെ സഹായിക്കും. ഇതെല്ലാം കഴിഞ്ഞ് വെച്ച് കുറെ തിന്നുന്ന സാധനങ്ങളും ഒക്കെ കയ്യിലെടുത്ത് വെച്ച് മടിക്കാത്തെടുത്ത് വെച്ച് എൻ്റെ അമ്മയൊക്കെ ഉപ്പേരിയാ, അതാണ് ഇങ്ങനെ വെച്ച് കഴിച്ചുകൊണ്ട് പരിപാടി കാണാനിരിക്കും. എന്തൊക്കെയാണ് ഓട്ടം തുള്ളല്, പാട്ട്, ഡാൻസ്. ഞാൻ, ചേച്ചിമാര്, അമ്മാവൻ്റെ മക്കൾ, പെൺകുട്ടികളുണ്ട്, ഞങ്ങളൊക്കെ തിരുവാതിര. അപ്പൊ അടുത്തതായി ഇതൊക്കെ പറഞ്ഞ അനൗൺസ്മെന്റും ഒക്കെ ഉണ്ട്. അത്ര ഗംഭീരമായിട്ട് 10 ദിവസം അത്തപ്പൂവ്, ഇതുപോലത്തെ പരിപാടികൾ, പകലൊക്കെ അമ്പലത്തിൽ പോയി അവിടെയുള്ള പരിപാടികൾ എന്ന് വേണ്ട ഗംഭീരമായിട്ട് ഓണം ഘോഷിച്ച് 10-ാം ദിവസം അവിടെ നിന്ന് തിരിച്ചു വരുന്നത് വലിയവായി കരഞ്ഞോണ്ട്, ആരാണ്ട് ചത്തുപോയെന്നുള്ള മട്ടിൽ നെഞ്ചത്തടിച്ച് കരഞ്ഞോണ്ട് എല്ലാവരും പിരിയുന്നു. സ്റ്റേജ് ഫിയർ എല്ലാം ഒരു പരിധിവരെ മാറാൻ കാരണം അല്ലേ? അതുപോലെ ഒരു കൂട്ടുകുടുംബമായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവരും കൂടെ, ഞാൻ പറഞ്ഞില്ലേ അന്ന് തൊട്ട്, അന്നൊക്കെ കൊള്ളാം. എനിക്ക് 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കഥാപ്രസംഗം പറഞ്ഞ വ്യക്തിയല്ലേ ഞാൻ മോഡൽ സ്കൂളിൽ. സ്റ്റേജ് ഫിയർ ഒക്കെ ഒരു കൂട്ടുകുടുംബത്തിൽ വളർന്നു അതിൻ്റെതായ ഒരു ഗുണങ്ങളുണ്ട്. അതാണ് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്. കാരണം അങ്ങനെയുള്ള ഒരു കൂട്ടുകുടുംബത്തിൽ വളർന്ന് എൻ്റെ അമ്മാവന്മാരും അവരുടെ മക്കളും എൻ്റെ ചേട്ടനെ ഉൾപ്പെടെയുള്ള ഒരു വലിയ കുടുംബം. ഞാൻ എപ്പോഴും തമാശന് പറയും, ഒരു നിയമസഭാ സീറ്റിൽ ഒരു 5000 വോട്ടിന്റെ ഭൂരിപക്ഷം ജയിക്കാൻ ഞങ്ങളുടെ കുടുംബത്തിലുള്ളൊരു മതി തിരുവനന്തപുരത്ത്
എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം അത്രയ്ക്ക് ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ റിലേറ്റീവ്സ് ഇപ്പൊ എന്ത് പറ്റി, അടുത്ത തലമുറ വന്നപ്പോൾ ഇപ്പൊ ചേച്ചിയുടെ മക്കൾ തന്നെ ദുബായിലാണ്, ഖത്തറിൽ പോയി, അമേരിക്കയിൽ പോയി, UK പോയി, എല്ലാവരും അങ്ങ് ചെതറി ലോകത്തെമ്പാടുമായി. എങ്കിലും ഏതെങ്കിലും ഒരു ക്രിസ്മസിനോ ഓണത്തിനോ ഒക്കെ എല്ലാവരും ഒക്കെ ഒന്ന് വരും. എന്തായാലും മല്ലികാ സുകുമാരൻ എന്നുള്ള നടിയെ നമ്മളങ്ങ് മറന്നേക്കും. അതല്ല ഇപ്പൊ അമ്മയാണ്, അമ്മൂമ്മയാണ്, നല്ലൊരു അമ്മായിയമ്മയാണ്. മരുമക്കളെ കുറിച്ച് പറയുമ്പോഴും മക്കളെ കുറിച്ച് പറയുന്ന അതേ വാചാലത നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്തായാലും മല്ലി ചേച്ചി ഒരുപാട് സന്തോഷമുണ്ട്. എന്താണെന്നറിയാമോ, ഈ ദൃഷ്ടിദോഷത്തിൽ ഒഴിഞ്ഞിടേണ്ട ഒരു കുടുംബമാണെന്ന് പറയും. കാരണം ആവശ്യത്തിനും അനാവശ്യത്തിനും ആൾക്കാര് നിരന്തരം ദൃഷ്ടിദോഷവും ശത്രുദോഷവും ഒക്കെ ഉണ്ടെങ്കിലും അതിലൊക്കെ ഉപരി എല്ലാവരും വിചാരിക്കണമെന്നുണ്ട് അവിടുന്ന് അയക്കുന്ന ഒരു രക്ഷാകവചമുണ്ട്. അതിനെ തകർത്ത് ഒരു ദോഷത്തിനും അകത്തോട്ട് കയറാനൊക്കെ. തീർച്ചയായിട്ടും ദൈവം മാത്രമല്ല, സത്യസന്ധനായ ഒരു മനുഷ്യന്റെ ആത്മാവ് കൂടെ എപ്പോഴും കൂടെ ഉണ്ട്. അതിന്റെ ഒരു ഭാഗ്യവും ഉയർച്ചയും തീർച്ചയായിട്ടും മക്കൾക്കും. കൊച്ചുമക്കൾ ഈ രംഗത്ത് വന്നാൽ അവരെ വിടാതെ പിടികൂടാൻ ആൾക്കാരുണ്ടാവും എങ്കിൽ പോലും ഒന്നിനൊന്ന് ഉയർച്ച തന്നെ ഉണ്ടാവും. സന്തോഷം. കാരണം ഐശ്വര്യ സമ്പൂർണമായ ഒരു ഓണക്കാലത്ത് ഇങ്ങനെ ഒരു തോണിയിൽ ഇരുന്നുകൊണ്ട് നല്ല കാറ്റും ഒക്കെ കൊണ്ട് ബിന്ദുവിനോട് ഇതൊക്കെ ഒന്ന് പറയാൻ സാധിച്ചു. വലിയ സന്തോഷം.